ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസുവിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. SIT വാസുവിനെ കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കിയത്. കാരണം റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ലീവായിരുന്നു. ചാർജ് പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു. അതുകൊണ്ട് പത്തനംതിട്ട കോടതി അവിടെ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിനെ റീമാൻഡ് ചെയ്തത് പത്തനംതിട്ട സബ് ജയിലിലാണ്. അവിടുന്ന് ഇപ്പം വീണ്ടും കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റും എന്നാണ് അറിയുന്നത്. കാരണം റാന്നിയിലെ കോടതിയുടെ സബ് ജയിൽ കൊട്ടാരക്കരയാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് മാറ്റും എന്ന് കരുതുന്നു. മറ്റൊരു കാര്യം, ഈ സ്വർണ്ണക്കൊള്ളയുടെ തുടക്കം ദേവസ്വം ബോർഡ് 2 പ്രാവശ്യം കമ്മീഷണറായിരുന്ന വാസുവാണ് തുടങ്ങി വെച്ചത്. വാസു ഇപ്പം തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിലെ ഒരു അഡ്വക്കേറ്റാണ്. കുളക്കട പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. വിജിലൻസ് ട്രിബ്യൂണലിൻ്റെ ഒരു അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഇപ്പം ശബരിമലയിലെ ഈ സ്വർണ്ണ കൊള്ളയുടെ കിൻപിൻ അദ്ദേഹമാണെന്നാണ് ഇപ്പം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റോള് ഈ കൊള്ളയ്ക്ക് കൊള്ള നടത്താനുള്ള ഒരു ഗൂഢാലോചന മുതൽ തുടങ്ങിയതാണെന്നാണ് വന്നിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവും അതുപോലെ തന്നെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മീഷണറും അവർ രണ്ടുപേരും നേരത്തെ മൊഴി കൊടുത്തിരുന്നു. രണ്ടുപേരും ഇപ്പോൾ അറസ്റ്റിലാണ്, റിമാൻഡിലാണ്. ആ സമയത്ത് ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചതെന്നിപ്പം വ്യക്തമായി. സർക്കാരിന് ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയാണ് വാസു. ആ സ്വാധീനം കൊണ്ടാണ് 2 പ്രാവശ്യം കമ്മീഷണറായിട്ടും പിന്നീട് പ്രസിഡൻറ്റുമായിട്ടും ജോലി ചെയ്യാൻ സാധിച്ചത്. അദ്ദേഹം സത്യസന്ധനായ ഒരു വ്യക്തിയാണ് എന്നാണ് എല്ലാവരും കരുതിയത്. അതനുസരിച്ചുള്ള ചില പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ നമ്മൾ കണ്ടു. ദേവസ്വം ബോർഡിലെ പത്മകുമാർ പ്രസിഡൻ്റായിരുന്നപ്പോൾ വാസു കമ്മീഷണറായിരുന്നു. അതിനുശേഷം വാസു പ്രസിഡൻ്റായി എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. കാരണം അത്ര ഉന്നതനായ ഒരു വ്യക്തി, ഗവൺമെൻറ് സ്വാധീനമുള്ള ഒരാളും ഈ ഒരു കേസിനകത്ത് ഇൻവോൾവ്മെൻറ്റ് വന്നത് അത് അദ്ദേഹത്തിൻ്റെ ദുരാഗ്രഹമോ അദ്ദേഹത്തിന് പണക്കൊതിയോ അദ്ദേഹത്തെ ഇതുപയോഗിച്ചിട്ട് പണം സമ്പാദിക്കാനുള്ള മാർഗമായി മാറ്റി അതൊരിക്കലും കണ്ടുപിടിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം കരുതിയെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ SITയുടെ ഈ അറസ്റ്റോടുകൂടി തുടർച്ചയായ 1-2 അറസ്റ്റ് കൂടെ ഉണ്ടാവും. കാരണം പത്മകുമാറിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ ആരാണ്ടര കല്യാണോ ഏതോ ഉണ്ട്, അതുകൊണ്ട് സ്വല്പം സാവകാശം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അടുത്ത അറസ്റ്റ് പത്മകുമാർ തന്നെ. അതിനുശേഷം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് അദ്ദേഹത്തിനെയും അറസ്റ്റിലേക്ക് കൊണ്ടുവരും എന്നാണ് കരുതുന്നത്. ശ്രീ ജയകുമാർ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ പ്രസിഡന്റിന് തീർച്ചയായിട്ടും ഒരു ഇൻവോൾവ്മെൻറ്റ് വന്നതായിട്ട് എവിഡൻസുകൾ വന്നിട്ടുണ്ട്. അത് തന്നെയല്ല, SITയുടെ പുതിയ നീക്കം നമ്മൾ സംശയിച്ചതുപോലെ ശബരിമലയിലെ ജീവനക്കാർ ഗവൺമെൻറ് ശമ്പളം പറ്റുന്നവരാണ്. അവർ PC ആക്ടിൻ്റെ പരിധി വരും, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പരിധി വരും. അവരുടെ കയ്യിൽ സ്വർണം കിട്ടിയിട്ടില്ലെങ്കിലും സ്വർണം വിറ്റതിൻ്റെ ഷെയർ കിട്ടിയിരിക്കും എന്ന് ഞാൻ നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം അവരൊക്കെ സ്വർണമായിട്ട് വാങ്ങിക്കത്തില്ല, പക്ഷേ പണമായിട്ട് വരും. പണമായിട്ട് നേരിട്ടോ ക്യാഷായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇടനിലക്കാരുടെ അക്കൗണ്ടിൽ കൂടെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് PC ആക്ടിൻ്റെ പരിധി വരും. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്റ്റാണ്. ആ ആക്ടിൻ്റെ സെക്ഷൻ 7 പ്രകാരം അവർ കുറ്റക്കാരാണ്. പബ്ലിക് സെർവൻ്റായ അവർ
അവിടുന്ന് കൈക്കൂലി വാങ്ങുകയോ ഡിമാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ പങ്ക് പറ്റുകയോ അതിൻ്റെ ഷെയർ കൈപ്പറ്റുകയോ ഒക്കെ ചെയ്ത കുറ്റകരമാണ്. 3 വർഷം മുതൽ 7 വർഷം വരെ ശിക്ഷ ഉറപ്പായ കേസാണത്. പണമായോ വസ്തുക്കളായോ കൈപ്പറ്റിയാൽ തീർച്ചയായിട്ടും PC ആക്ടിൻ്റെ പരിധി വരും. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ലീഗൽ റെമൺറേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൈപ്പറ്റാവുന്നല്ലാതെ അവർക്ക് ആ വ്യക്തികൾക്ക് പൊതുജനങ്ങളിൽ നിന്ന് പണം സംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വസ്തുക്കൾ വിറ്റ് കിട്ടുന്ന പണത്തിൻ്റെ ഷെയർ കൈപ്പറ്റുകയോ ഒക്കെ ചെന്നാൽ അത് മിസ്കോണ്ടക്റ്റാണ്, കോണ്ടക്ട് റൂളിനെതിരാണ്. അത് തന്നെയല്ല PC ആക്ടിൻ്റെ പരിധി വരും. ഇപ്പോൾ SIT വിജിലൻസിന് കേസെടുക്കാനുള്ള ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നു എന്നാണ് വരുന്നത്. വിജിലൻസിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും PC ആക്ടിൻ്റെ സെക്ഷൻ 7 പരിധി വരുന്ന ഒരു FIR അവിടെ തയ്യാറാക്കും. അതിനകത്ത് പണം കൈപ്പറ്റിയവരെല്ലാവരും പ്രതിയാകും. ഈ തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയ്ക്കും ഉള്ള കേസ് SIT ക്രിമിനൽ കേസായിട്ട് ചാർജ് കൊടുക്കുമെങ്കിലും പണം കയറ്റിയവരെ എല്ലാവരും തീർച്ചയായിട്ടും അവർക്ക് വിജിലൻസ് ആംഗിളിലേക്ക് അവർ പോകും. ഇപ്പോൾ തന്നെ ആദ്യത്തെ കേസിനകത്ത് 3-ാം പ്രതിയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്ത വാസു. അതോടൊപ്പം തന്നെ വാസുവിൻ്റെ റോള് ഇതിൻ്റെ അകത്ത് വളരെ വലുതാണ്. അതുകൊണ്ട് ജാമ്യം കിട്ടാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം വലിയ സത്യസന്ധനാണെന്ന് വീമ്പിളക്കി ചാനലിലൊക്കെ വീമ്പിളക്കിയത് നമ്മൾ കണ്ടു. കാരണം അദ്ദേഹം അത് മറച്ചു വെക്കാൻ ശ്രമിച്ചു എന്നുള്ള വസ്തുതയാണ്. ഏതായാലും ജാമ്യം ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. അടുത്ത അറസ്റ്റിലേക്ക് പത്മകുമാറിലേക്കും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കേസിൻ്റെ അന്വേഷണത്തിൽ പണം പറ്റിയിട്ടുള്ള ഏതെങ്കിലും ദേവസ്വം ബോർഡ് മന്ത്രിമാരുണ്ടെങ്കിൽ അവരിലേക്ക് അന്വേഷണം നീങ്ങും. അതിന് യാതൊരു സംശയമില്ല. 120B അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ പങ്കുപറ്റിയവർ മറ്റുള്ളവർക്ക് പോയി പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഈ കേസിൻ്റെ 120Bയിൽ തന്നെ വരുന്നെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ PC ആക്ടിൻ്റെ ഇതിൻ്റെ ഒരു ഷെയർ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ PC ആക്ടിൻ്റെ കെയർ ഓഫിലായിരിക്കും ചിലപ്പം അവരെ അറസ്റ്റ് ചെയ്യുന്നത്. അത് വിജിലൻസുകാർ ചെയ്തോളും. പക്ഷേ ഇവിടുത്തെ കൊള്ളയുടെ പങ്ക് പറ്റിയത് ആ കൊള്ള നടത്തിയതിൻ്റെ പങ്കാണ് പറ്റിയതെന്ന് ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെ കരുതിയിട്ടാണ് ശബരിമലയിലെ ദേവൻ്റെ ആ ധാരപാല ശില്പത്തിലും കട്ടളയിലും ഒക്കെ പൂശിയ സ്വർണം വിറ്റ പണമാണ് എന്ന് ദേവസ്വത്തിലെ മന്ത്രിമാരാരെങ്കിലും കരുതി ആണ് വാങ്ങിച്ചതെങ്കിൽ അവരെ ഈ കേസിലേക്ക് പ്രതിയാക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.